ഹലോ ആൾ വെൽക്കം ബാക്ക് ടു എക്സാം വൈ ലേണിംഗ്. സോ നമ്മൾ ഈ കുറച്ചായിട്ട് എന്താണ് NSMC പ്രിപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുക അല്ലേ. അപ്പോൾ ഇന്ന് നമ്മൾ നോക്കാൻ വേണ്ടി പോകുന്നത് ക്ലാസ് 6 ജോമെട്രി പറഞ്ഞ വൺ ഓഫ് ദ ഈസിയസ്റ്റ് പോർഷൻ ആണ് നോക്കാൻ പോകുന്നത്. നമ്മൾ എന്ത് ചെയ്യും, കുറച്ച് കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യും, അതുപോലെ കുറച്ച് ക്വസ്റ്റ്യൻസ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ടായിരിക്കും വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നത്. സോ എന്ത് ചെയ്യാം, നമുക്ക് വീഡിയോ അകത്തോട്ട് പോകാം. അങ്ങനെയാണല്ലേ, ഇതാണ് ഫസ്റ്റ് ക്വസ്റ്റ്യൻ വായിക്കാം. വാട്ട് ഈസ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് 40 ഡിഗ്രി? 40 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി ആംഗിൾ എന്താണെന്നാണ് ചോദിച്ചത്. സോ നമുക്കറിയാം കോംപ്ലിമെന്ററി ആംഗിൾ എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു ആംഗിളിന്റെ കോംപ്ലിമെന്ററി പറഞ്ഞു കഴിഞ്ഞാൽ വേറൊരു ആംഗിളും കൂടെ ഉണ്ടാവും. എന്ന് വെച്ചാൽ ഈ ആംഗിളും മറ്റേ ആംഗിളും കൂടെ ആഡ് ചെയ്ത് എന്ത് കിട്ടും, 90 ഡിഗ്രി കിട്ടും. നമുക്ക് നോക്കാം. സോ ഇപ്പോൾ നമ്മൾ 40 ആണ് നമ്മുടെ തന്നിട്ടുള്ള ആംഗിൾ അല്ലേ, 40 ആണ് തന്നിട്ടുള്ള ആംഗിൾ. അപ്പോൾ 40യുടെ കോംപ്ലിമെന്ററി പറഞ്ഞാൽ എന്താ, 40 പ്ലസ് വേറെ ഏതോ ഒരു ആംഗിൾ അല്ലേ, വേറെ ഏതോ ഒരു ആംഗിൾ നമുക്ക് തൽക്കാലം എന്താ എക്സ് എന്ന് പറയാം. എ എന്ന് പറഞ്ഞ ഒരു ആംഗിൾ അല്ലെങ്കിൽ എക്സ് എന്ന് പറഞ്ഞ ആംഗിൾ നമുക്കറിയില്ല, നമ്മൾ തൽക്കാലം അതിനെ എക്സ് എന്ന് പറഞ്ഞ് പേരിട്ട് വിളിക്കുന്നു. സോ നമ്മൾ എക്സ് എന്ന് വെച്ചു. ആൻഡ് നമ്മൾ പറഞ്ഞു കോംപ്ലിമെന്ററി പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, 40 ഡിഗ്രിയോട് ഏതോ ഒരു ആംഗിൾ ആഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 90 ഡിഗ്രി എന്ന് കിട്ടും. അങ്ങനെയാണെങ്കിൽ നമുക്ക് എങ്ങനെ ചെയ്യാം, ഇവിടെ 90 ഡിഗ്രി എന്ന് എഴുതാം. സോ നമുക്ക് ആലോചിക്കാം, 40നകത്തോട്ട് എന്ത് ആഡ് ചെയ്താലും 90 കിട്ടുന്നത്, ഓഫ് കോഴ്സ് 50 ആണല്ലേ. സോ നമുക്ക് മനസ്സിലായി എന്ത്, എക്സ് ഈസ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇൻ കേസ് നിങ്ങൾക്ക് കിട്ടുന്നില്ല എന്ത് ചെയ്യാം, എക്സ് ഡിഗ്രി ഈസ് ഈക്വൽ ടു 90 ഡിഗ്രി മൈനസ് 40 ഡിഗ്രി എന്ന് എഴുതാം. സോ 90 40 പോയാൽ എന്താ, ഒബ്വിയസ്ലി 50 ആണ് അല്ലേ. സോ എക്സ് ഈക്വൽ ടു 50 ഡിഗ്രി. ഇനി സംശയം ഉണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ ചോദിക്കാം, ഇപ്പോൾ 50 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി പറഞ്ഞാൽ എന്താണ്, ഓഫ് കോഴ്സ് അത് 40 ആണ്. അപ്പോൾ 40യുടെ കോംപ്ലിമെന്ററി 50 ആണ് ആൻഡ് 50യുടെ കോംപ്ലിമെന്ററി എന്താണ്, 40 ആണ്. കാരണം 40കകത്തോട്ട് 50 ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുന്നത്. സെയിം കണക്ക് ശ്രദ്ധിക്കണേ, സെയിം കണക്ക് 50കകത്തോട്ട് 40 ആഡ് ചെയ്യുന്ന സമയത്താണ് 90 കിട്ടുന്നത്. ഇൻ കേസ് ക്വസ്റ്റിനകത്ത് 60 ഡിഗ്രിയാണ് ചോദിച്ചെങ്കിൽ എന്താണ് കോംപ്ലിമെന്ററി ആംഗിൾ, യെസ് 30 ഡിഗ്രി ആണ് അല്ലേ. 60നോട്ട് 30 ആഡ് ചെയ്യുമ്പോൾ 90 കിട്ടുന്നത്. സോ നമുക്ക് കോൺസെപ്റ്റ് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോ വാട്ട് ഈസ് ദ കോംപ്ലിമെന്ററി ആംഗിൾ ഓഫ് 50 ഡിഗ്രി? 50 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി ആംഗിൾ എന്താണ്? സോ നമ്മൾ ഓൾറെഡി എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞു. 50 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി ആംഗിൾ എന്താണ്, ഇറ്റ്സ് 40 ഡിഗ്രി. കാരണം എന്താ, 50കകത്തോട്ട് 40 ആഡ് ചെയ്യുന്ന സമയത്താണ് എന്ത് കിട്ടുന്നത്, 90 ഡിഗ്രി കിട്ടുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, അടുത്ത ഒരു ക്വസ്റ്റ്യൻ പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, വാട്ട് ഈസ് ദ സപ്ലിമെന്ററി ആംഗിൾ ഓഫ് 40 ഡിഗ്രി? ഇത്തവണ ചോദിച്ചത് കോംപ്ലിമെന്ററി അല്ല, സപ്ലിമെന്ററി ആംഗിൾ ഓഫ് 40 ഡിഗ്രി എന്താണെന്നാണ് ചോദിച്ചത്. സോ നമ്മൾ അടുത്ത കോൺസെപ്റ്റ് പഠിക്കുകയാണ്. കോംപ്ലിമെന്ററി നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ഇനി സപ്ലിമെന്ററി പറഞ്ഞു കഴിഞ്ഞാൽ ഏതോ ഒരു ആംഗിളിനകത്തോട്ട് വേറൊരു ആംഗിൾ ആഡ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സമ്മ് ആഡ് ചെയ്യുന്ന സമയത്ത് 180 ഡിഗ്രി വരികയാണെങ്കിൽ നമ്മൾ പറയും ആ രണ്ട് ആംഗിൾസ് എന്താണ്, സപ്ലിമെന്ററി ആണ്. സോ നമ്മുടെ ക്വസ്റ്റ്യൻ ഒന്നുകൂടി പറയാം, സൊല്യൂഷൻ പറയാം. എന്താണ്, ഏതൊരു ആംഗിൾ എക്സ് പ്ലസ് അതുപോലെ വൈ, എക്സ് ഡിഗ്രി അതുപോലെ തന്നെ വൈ ഡിഗ്രി ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി കിട്ടുകയാണ് നമ്മൾ പറയും എക്സ് ആൻഡ് വൈ ആർ സപ്ലിമെന്ററി എന്ന് നമ്മൾ എന്ത് ചെയ്യും, പറയും സപ്ലിമെന്ററി എന്ന് പറയും. സോ ക്വസ്റ്റ്യനകത്ത് ബാക്കോട്ട് വരാം. നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു, വാട്ട് ഇസ് എ സപ്ലിമെന്ററി ആംഗിൾ ഓഫ് 40 ഡിഗ്രി? 40 ഡിഗ്രിയുടെ സപ്ലിമെന്ററി ആംഗിൾ എന്താണ്? സോ നമുക്ക് എഴുതി നോക്കാം. എന്താണ്, 40 ആണ് നമ്മുടെ എക്സ് ആയിട്ട് വന്നത്, പ്ലസ് നമുക്ക് എന്താ വൈ എന്താണെന്ന് അറിയില്ല, അതാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്, ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. സോ 40കകത്തോട്ട് ഏതോ ഒരു നമ്പർ ആഡ് ചെയ്താൽ എന്ത് കിട്ടും, 180 കിട്ടും. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്, 180കകത്ത് നിന്ന് 40 മൈനസ് ചെയ്യുക, സബ്സ്ട്രാക്ട് ചെയ്യുക, കിട്ടുന്ന ആൻസർ എന്താണ്, 140 ഡിഗ്രി ആണ് എന്ത് ആൻസർ വരുന്നത്. സോ y ഡിഗ്രി ഈസ് ഈക്വൽ ടു 140 ഡിഗ്രി. കിട്ടിയോടാ 40 ഡിഗ്രിയുടെ സപ്ലിമെന്ററി ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്, 140 ഡിഗ്രി ആണ്. നമുക്ക് ഓപ്ഷൻ നോക്കാം. ഓപ്ഷൻ 50 ഡിഗ്രി ഉണ്ട്, 140 ഡിഗ്രി, 100 ഡിഗ്രി, 40 ഡിഗ്രി. ഓപ്ഷൻ എന്താണ്, ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. കാരണം 40ന്റെ സപ്ലിമെന്ററി പറയുന്നത് എന്താണ്, 140 ഡിഗ്രി ആണ്. ഇനി ക്വസ്റ്റ്യനകത്ത് ഇൻ കേസ് 50 ഡിഗ്രിയുടെ സപ്ലിമെന്ററി ആംഗിൾ ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് പറയണം, 50കകത്തോട്ട് ഏതോ ഒരു ആംഗിൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നത്, 180 ഡിഗ്രി കിട്ടുന്നത്. സോ 50 ഡിഗ്രി പ്ലസ് 130 ഡിഗ്രി ആണ് എന്ത് വരുന്നത്, 180 ഡിഗ്രി വരുന്നത്. അങ്ങനെയാണെങ്കിൽ 50 ഡിഗ്രിയുടെ സപ്ലിമെന്ററി എന്താടാ, 130 ഡിഗ്രി ആണ്. സെയിം കണക്ക് 50 ഡിഗ്രിയുടെ കോംപ്ലിമെന്ററി എന്താടാ, 90 സമ്മ് വരണം. അങ്ങനെയാണെങ്കിൽ എന്താണ്, 40 ഡിഗ്രി ആണ് ആൻസർ. കോൺസെപ്റ്റ് ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനകത്തോട്ട് പോകാം. ഓക്കെ, വാട്ട് ഇസ് എ സപ്ലിമെന്ററി ആംഗിൾ ഓഫ് 50 ഡിഗ്രി ചോദിച്ചിട്ടുണ്ട്, നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. എന്താണ് 50 ഡിഗ്രിയോട് എത്ര ആംഗിൾ ആഡ് ചെയ്യുന്ന സമയത്ത് എന്ത് കിട്ടുന്നത്, 180 കിട്ടുന്നത്. അങ്ങനെ 50 പ്ലസ് 130 ഡിഗ്രി ആണല്ലോ 180 ഡിഗ്രി. സോ ആൻസർ എന്താണ്, 130 ഡിഗ്രി ആണ്. നമ്മൾ എന്ത് ചെയ്യുന്നു, മാർക്ക് ചെയ്യുന്നു. ഓക്കെ, സോ ഇനി എന്ത് ചെയ്യാം, അടുത്ത ക്വസ്റ്റ്യനോട് പോകാം. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്, ഹൗ മെനി ഡിഗ്രി ഡസ് ദ അവർ ഹാൻഡ് ഓഫ് എ ക്ലോക്ക് ടേൺ ഇൻ 5 മിനിറ്റ്സ്? 5 മിനിറ്റിൽ മണിക്കൂർ സൂചി അഥവാ അവർ ഹാൻഡ് എത്ര ഡിഗ്രി കറങ്ങുന്നു? സോ നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ക്ലോക്ക് ഒന്ന് വിഷ്വലൈസ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ നമ്മൾ എന്ത് ചെയ്യാം, ക്ലോക്ക് ഒന്ന് വരച്ചു നോക്കാം. ക്ലോക്ക് എന്താണ്, ഒരു സർക്കുലർ ഷേപ്പ് ആണ്. സോ ക്ലോക്ക് നമ്മൾ വരച്ചു. ആൻഡ് ക്ലോക്കിനകത്ത് എന്തുണ്ട്, 12 അല്ലേ, 12 സ്റ്റാർട്ട് ചെയ്യുകയാണെങ്കിൽ 12, 1, 2, 3, 4, 5, 6, 7, 8, 9, 10, 11 അല്ലേ.
റഫായിട്ട് വരച്ചാണ്. സോ 1 മുതൽ അല്ലെങ്കിൽ 12 മുതൽ വീണ്ടും 12 വരുന്നു. സോ ഇതാണല്ലോ 12, 1, 2, 3 അങ്ങനെ പോയിട്ട് 10, 11, 12 എത്തുന്നു. സോ നമ്മൾ മനസ്സിലാക്കണം നമുക്ക് 12 hours ഉണ്ട് അല്ലേ ക്ലോക്കിനകത്ത്. 24 hour നമ്മൾ സമയം പറയാമെങ്കിലും ക്ലോക്കിനകത്ത് യൂഷ്വലി എന്താണ് 12 hours ആണ്. സോ ഒരു 12 hours കംപ്ലീറ്റ് റൊട്ടേറ്റ് ചെയ്യാൻ എത്ര ഡിഗ്രി കറങ്ങേണ്ടി വരും? നമ്മൾ ഇതാണ് നമ്മുടെ ക്ലോക്കിൻ്റെ അവർ ഹാൻഡ് എന്ന് വിചാരിക്കുക. സോ നമ്മളിത് ഇങ്ങനെ കറങ്ങി ഇങ്ങനെ ഒരു ഫുൾ റൊട്ടേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ എത്ര ഡിഗ്രി കറങ്ങിയിട്ടുണ്ടാവും? യെസ്, 360 ഡിഗ്രി ആണല്ലേ. നമ്മൾ എഴുതി വെച്ചു. സോ നമ്മൾ എന്ത് ചെയ്തു? അത് എഴുതി വെച്ചു. 12 hours കറങ്ങാൻ വേണ്ടിയിട്ട് 12 മണിക്കൂർ സൂചി കറങ്ങാൻ വേണ്ടിയിട്ട് 360 ഡിഗ്രിയാണ് എടുക്കുന്നത്. സോ അങ്ങനെയാണ് നമുക്ക് ചിന്തിക്കാം. 1 അവറിനാണെങ്കിലോ 1 അവറിനാണെങ്കിലോ 1 അവറിന് എത്ര ഡിഗ്രി വേണ്ടി വരും? 360 ഡിവൈഡ് ബൈ 12 ആണ് അല്ലേ എന്ത് 1 അവർ എടുക്കുന്നത്. സോ നമുക്ക് നോക്കാം. 12 hours ഡിവൈഡഡ് ബൈ 12 ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി ഡിവൈഡഡ് ബൈ 12. കാരണം എന്താ? ഒരു സൈഡിൽ 12 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ ഞാൻ മറ്റേ സൈഡിലും 12 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. സോ ഇതെന്താണ് സെയിം കോൺസെപ്റ്റ് അല്ലേ. സോ 12 hours ഡിവൈഡ് ബൈ 12 ചെയ്താൽ എന്ത് കിട്ടും? 1 അവർ. 1 അവറിന് എന്താണ്? 1 അവേഴ്സിന് എന്താണ്? 360 ഡിവൈഡ് ബൈ 12. നിങ്ങൾ ആൻസർ പറയുന്നുണ്ടാവും 360 ഡിവൈഡ് ബൈ 12 എന്താണ്? 30 ആണല്ലേ. ഓക്കെ, കാരണം എന്താ 12 into 3 ആണ് 36. സോ അതിൻ്റെ 10x ആണല്ലോ 360 ആയിട്ട് വരുന്നത്. സോ എന്താണ് ആൻസർ വരുന്നത്? 30 ഡിഗ്രി ആണ് ആൻസർ വരുന്നത്. സോ നമ്മൾ പറഞ്ഞു 12 മണിക്കൂർ കറങ്ങാൻ വേണ്ടി 360 ഡിഗ്രി, 12 hours 360 ഡിഗ്രി. സോ 1 അവറിന് 30 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നമ്മുടെ ക്വസ്റ്റ്യൻ എന്തായിരുന്നു? 5 minutesനാണ് ചോദിച്ചത്. സോ 1 അവറിന് പകരം ഞാൻ എന്ത് എഴുതുന്നു? 60 minutes എഴുതുന്നു. കാരണം എന്താ? 1 മണിക്കൂർ പറഞ്ഞാൽ 60 minutes അല്ലേ. ഞാൻ അത് മാറ്റി എഴുതുകയാണ്. യൂണിറ്റ് ഒന്ന് മാറ്റുന്നേ. സോ 1 അവറിന് പകരം 60 minutes എന്ന് എഴുതി. 60 minutes ഈസ് ഈക്വൽ ടു എന്താണ്? 30 ഡിഗ്രി. 1 അവറിന് 30 ഡിഗ്രി എടുക്കുന്നത്. സെയിം കണക്ക് 60 minutes 30 അല്ലേ. ഡൗട്ട് ഒന്നുമില്ല. ഓക്കെ, നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? 5 minutesൽ എത്രയാണ് ക്വസ്റ്റ്യൻ ചോദിച്ചു. സോ ഞാൻ എന്ത് ചെയ്യാം? 2 സൈഡിൽ 60 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. കാരണം എന്താ? എനിക്ക് 1 മിനിറ്റിൽ എത്ര ആംഗിൾ കറങ്ങുന്നതെന്ന് കണ്ടുപിടിക്കാൻ വേണ്ടി ഞാൻ എന്ത് ചെയ്യുന്നു? 2 സൈഡിലും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നു. സോ അതും ശ്രദ്ധിക്കണേ. ഞാൻ എന്ത് ചെയ്തു? 60 ഡിവൈഡഡ് ബൈ 60 minutes. എനിക്ക് 1 minute കിട്ടാനാണ് 2 സൈഡിലും 60 കൊണ്ട് ഡിവൈഡ് ചെയ്യുന്നത്. 30 ഡിഗ്രി ഡിവൈഡ് ബൈ 60. ഡൗട്ട് ഒന്നുമില്ല, ക്ലിയർ ആണേ. അപ്പോൾ ആൻസർ എന്താ വരുന്നത്? 1 minute. 1 minutesന് ഈസ് ഈക്വൽ ടു ഹാഫ് ഡിഗ്രി അല്ലേ. 30 ഡിവൈഡ് ബൈ 60 ചെയ്താൽ എന്താ കിട്ടുന്നത്? ഹാഫ് അല്ലേ, 1/2. 30 ഡിവൈഡ് ബൈ 60 1/2. കാരണം എന്താ? 60യുടെ ഹാഫ് ആണ് 30. നമ്മൾ എന്ത് ചെയ്യുന്നു? അത് എഴുതിയേക്കുന്നു 1/2 ഡിഗ്രി. സോ വീണ്ടും ക്വസ്റ്റ്യനോട്ട് വരാം. ക്വസ്റ്റ്യൻ എന്താ പറഞ്ഞത്? 5 minutesൽ എത്രയാണെന്ന് ക്വസ്റ്റ്യൻ ചോദിച്ചു. നമ്മൾ 1 minute പറഞ്ഞു 1/2 ഡിഗ്രിയാണ്. അങ്ങനെയാണെങ്കിൽ 1 മിനിറ്റിന്റെ 5 ടൈംസ് അല്ലേ 5 minutes അല്ലേ. 1 മിനിറ്റിന്റെ 5 ടൈംസ് ആണല്ലോ എന്ത് 5 minutes വരുന്നത്. അങ്ങനെയാണെങ്കിൽ 2 സൈഡിലും എന്ത് ചെയ്ത് നോക്കാം? 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കാം. അങ്ങനെയാണെങ്കിൽ ഞാൻ ഇവിടെ എഴുതുകയാണേ. ബാക്കി എന്താണ്? ഞാൻ ഇവിടെ എഴുതുകയാണേ. സോ 1 minute ഇൻറ്റു 5 ഈസ് ഈക്വൽ ടു ഒരു സൈഡിൽ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ മറ്റേ സൈഡിലും ഈ സൈഡ് മനസ്സിലായല്ലോ അല്ലേ. ലെഫ്റ്റ് ഹാൻഡ് സൈഡ്, റൈറ്റ് ഹാൻഡ് സൈഡ്. ഓക്കെ, സോ നമ്മൾ എന്ത് എഴുതുന്നു? 5 ഇൻറ്റു 1/2 ഡിഗ്രി വിച്ച് മീൻസ് 5 minutesന് എന്താണ് അപ്പോൾ എടുക്കുന്നത്? 5/2 ഡിഗ്രി. അതല്ലേ നമുക്ക് എങ്ങനെ എഴുതാം? 2.5 അല്ലേ. 5/2 പറഞ്ഞാൽ എന്താ? 2.5 അല്ലേ. 2.5 ഡിഗ്രി. സോ ആൻസർ എന്താ കിട്ടിയത്? 2.5 ഡിഗ്രിയാണ് ആൻസർ കിട്ടിയത്. നമുക്ക് നോക്കാം ഓപ്ഷൻസ്. 1/2 ഡിഗ്രി ഉണ്ട്, അല്ല. 3.5 ഉണ്ട്, അതുമല്ല. 5 ഉണ്ട്, അതുമല്ല. ആൻസർ എന്താ? 2.5. ഓപ്ഷൻ ഡി ആണ് ഇപ്പോൾ എന്ത് വരുന്നത്? ആൻസർ ആയിട്ട് വരുന്നത്. കൃത്യമായിട്ട് മനസ്സിലാണെന്ന് വിചാരിക്കുന്നു. നമ്മൾ ക്ലോക്കിന് പറഞ്ഞു, ക്ലോക്കിനകത്ത് എന്തുണ്ട്? 12 മണിക്കൂറുണ്ട്. ഇവിടെ റഫായിട്ട് നമ്മളൊരു ക്ലോക്ക് വരച്ചു. അത് കഴിഞ്ഞ് 12 മണിക്കൂർ പറഞ്ഞു. ആൻഡ് 12 hours 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. അത് 1 അവർ കണ്ടുപിടിച്ചു, 60 minutes കണ്ടുപിടിച്ചു, 1 minute കണ്ടുപിടിച്ചു, ദെൻ 5 minutes കണ്ടുപിടിച്ചു. ഈ ഒരു പാത്വേയിലായിരിക്കണം നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മളൊരു ഐഡിയ പോകേണ്ടത്. ആൻഡ് ഇതൊക്കെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? മെന്റലി ചെയ്യാവുന്നതാണ്. മെന്റൽ കാൽക്കുലേഷൻ ഉപയോഗിച്ച് തന്നെ ചെയ്യാവുന്നതാണ്. ഞാൻ കുറച്ചും കൂടി ഇലാബറേറ്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്തതെന്ന് മാത്രം. അങ്ങനെയാണ് എന്ത് ചെയ്യാം? അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇതൊരു ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് കോൺസെപ്റ്റ് ആണ് ജോമെട്രിക്കകത്ത് തന്നെ. സോ നമ്പർ ഓഫ് കോഡ്സ് ഇൻ ദ ഗിവൺ ഫിഗർ. ഒരു ഫിഗർ തന്നിട്ടുണ്ട്, നിങ്ങൾക്ക് ഇവിടെ കാണുന്നുണ്ടാവും. ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് എന്തുണ്ട്? ഒരു ഫിഗർ തന്നിട്ടുണ്ട്, ഒരു സർക്കിൾ ഉണ്ട്, അതിനകത്ത് കുറച്ച് എന്തുണ്ട്? ലൈൻസും ട്രയാങ്കിൾസും ഒക്കെ ഉണ്ട്. നോക്കാം ഇതിനകത്ത് എത്ര കോഡ്സ് ഉണ്ടെന്നാണ് ചോദിക്കുന്നത്. 1 2 3 5 ആണ് ഓപ്ഷൻസ് തന്നിട്ടുള്ളത്. സോ നമ്മൾ എന്ത് ചെയ്യണം? കോഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? അത് നമ്മൾ ആദ്യം നോക്കണം. സോ കോഡ്സ് പറഞ്ഞാൽ ഒന്നുമില്ല, ഒരു സർക്കിളിനകത്ത് ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ എന്താണ്? ശ്രദ്ധിക്കണേ, ലൈൻ വരച്ചു കഴിഞ്ഞാൽ ആ ലൈനിന്റെ 2 എൻഡ്സും ഓൺ ദ സർക്കിൾ ആവണം. ഇൻ ദ സർക്കിൾ അല്ല, ഓൺ ദ സർക്കിൾ. സർക്കിളിന്റെ അകത്തും അല്ല, സർക്കിളിന്റെ പുറത്തും അല്ല, സർക്കിളിന്റെ ഓൺ ദ സർക്കിൾ ആയിട്ട് വരണം. ഇവിടെ തന്നെ വരണം. സർക്കിളിന്റെ ഈ സർക്യൂംഫറൻസിലായിരിക്കണം വരേണ്ടത്. ഇൻ കേസ് ഇങ്ങനെ ഒരു ലൈൻ വന്നേ, ശ്രദ്ധിക്കണേ, ഇങ്ങനെ ലൈൻ വന്ന് ഇതെന്താണ്? ഒരു എൻഡ്
ഒരു എൻഡ് എവിടെയാണ്? സർക്കിൾ തന്നെയാണ്. പക്ഷേ രണ്ടാമത്തെ എൻഡ് എവിടെയാണ്? അത് ഇൻ ദ സർക്കിൾ, സർക്കിളിന് അകത്താ വന്നത്. ഇത് കോഡാണോ? അല്ല, ഇത് കോഡല്ല. ഞാൻ പറഞ്ഞ് മനസ്സിലായി വിചാരിക്കുന്നു. ഒരു ലൈൻ വരച്ചു കഴിഞ്ഞാൽ അതിന്റെ രണ്ട് എൻഡും സർക്കിളിന്റെ ഓൺ ദ സർഫസിൽ വരണം. സർക്കിളിന്റെ സർക്യൂംഫറൻസിൽ വരണം. വിച്ച് മീൻസ് ഓൺ ദ സർക്കിൾ ആയിരിക്കണം. ഞാൻ വേറൊരു എക്സാമ്പിൾ കാണിക്കാം. ഒരു ലൈൻ വരച്ചു. അങ്ങനെയാണ് ഇത് കോഡാണോടാ? ഇത് കോഡാണോ? യെസ്, ഇത് കോഡാണല്ലേ. കാരണം എന്താ? ഇതിന്റെ ഒരു പോയിന്റ് ഇതാ ഇവിടെയാണ്, അടുത്തൊരു എൻഡ് എന്താണ്? ഇവിടെയാണ്. ഒരു എൻഡ് ഇവിടെയാണ്, അടുത്ത എൻഡ് ഇവിടെയാണ്. രണ്ട് എൻഡും സർക്കിൾ തന്നെ, സർക്കിളിലാണല്ലോ. അങ്ങനെയാണ് ഇത് കോഡാണോ? യെസ്, കോഡാണ്. കോൺസെപ്റ്റ് കിട്ടിയിട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് ഈ ക്വസ്റ്റിനകത്ത് പോകാം. ക്വസ്റ്റ്യൻ നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് ഇവിടെ എത്ര ലൈൻസ് ഉണ്ട്? CD പറഞ്ഞ ലൈൻ ഉണ്ട് അല്ലേ? ഇങ്ങനെ CD പറഞ്ഞ ഒരു ലൈൻ ഉണ്ട്. അതുപോലെ AB പറഞ്ഞ വേറെ ലൈനും കൂടെ ഉണ്ടല്ലോ. AB, CD പറഞ്ഞ ലൈന്, AB പറഞ്ഞ ലൈന്. ഇനി OQ അല്ലേ? ഇവിടെ നിന്ന് ഇങ്ങനെ ഒരു ലൈൻ ഉണ്ട്, OQ. പിന്നെ OP അല്ലേ? OP, യെസ്, OP. പിന്നെ CD പറഞ്ഞു, AB പറഞ്ഞു, OQ പറഞ്ഞു, ആൻഡ് OB. പിന്നെ എന്താണ്? QP അല്ലേ? QPയും നമ്മൾ എഴുതി വെച്ചു. സോ CD പറഞ്ഞു, AB പറഞ്ഞു, OQ പറഞ്ഞു, OP പറഞ്ഞു, QP പറഞ്ഞു. ക്വസ്റ്റ്യൻ എന്ത് ചെയ്യാം? നിങ്ങൾ സ്വന്തമായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് ഓൾറെഡി കോൺസെപ്റ്റ് കിട്ടിയാണല്ലോ. എന്ത് ചെയ്യാം? വീഡിയോ പോസ് ചെയ്യാം. വീഡിയോ പോസ് ചെയ്ത് സ്വന്തമായിട്ടൊന്ന് അറ്റംപ്റ്റ് ചെയ്യാം. ഓക്കെ, കിട്ടിയെന്ന് വിചാരിക്കുന്നു. നമുക്ക് നോക്കാം. അങ്ങനെയാണെങ്കിൽ CD-യുടെ രണ്ട് എൻഡ്സ് എവിടെയാണ്? അത് ഓൺ ദ സർക്കിൾ ആണല്ലോ. അങ്ങനെയാണെങ്കിൽ CD കോഡാണോ? യെസ്, കോഡാണ്. അടുത്ത് AB നോക്കാം. AB നോക്കുന്ന സമയത്ത് AB-ന്റെ രണ്ട് എൻഡ് എവിടെയാണ്? ഒരു എൻഡ് അവിടെ ഉണ്ട്, ആൻഡ് അടുത്ത എൻഡ് ഉണ്ട് ഇവിടെ ഉണ്ട്. വിച്ച് മീൻസ് ഓൺ ദ സർക്കിൾ ആണല്ലോ. അങ്ങനെയാണ് AB കോഡാണോ? AB കോഡാണ്. എഴുതി വെച്ചു. ആൻഡ് OQ എടുക്കുന്ന സമയത്ത് OQ-ന്റെ ശ്രദ്ധിക്കണേ, ഒരു എൻഡ് എവിടെ വന്നിട്ടുള്ളത്? സെൻട്രലാണ്. ഓൺ ദ സർക്കിൾ ആണോ? അല്ല, ഇൻ ദ സർക്കിൾ ആണ്. പോയി. OQ പോയി. അങ്ങനെ OP ഉണ്ട്. OP സെയിം സിറ്റുവേഷൻ ആണ്. OP-യുടെ O എന്ന് പറഞ്ഞ എൻഡ് എവിടെ ഇരിക്കുന്നത്? ഇൻ ദ സർക്കിൾ ആണ്. കോഡാണോ? കോഡല്ല, അതും വെട്ടിക്കളഞ്ഞു. അടുത്തത് QP ഉണ്ട്. QP-യുടെ രണ്ട് എൻഡ് എവിടെ നിൽക്കുന്നത്? ഒരു എൻഡ് ഇത് അവിടെ ഉണ്ട്, ഒരു എൻഡ് ഇവിടെ ഉണ്ട്. വിച്ച് മീൻസ് രണ്ടും ഓൺ ദ സർക്കിൾ ആണ്. അങ്ങനെയാണ് QP എന്താണ്? കോഡാണ്. കിട്ടിയോ? എത്ര എണ്ണം കിട്ടി? CD, AB, QP. അങ്ങനെയാണ് ആൻസർ എന്താ? ഓപ്ഷൻ C ആണ് ആൻസർ. കൃത്യമായിട്ട് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണ് എന്ത് ചെയ്യാം? ഒരു ക്വസ്റ്റ്യൻ കൂടെ നോക്കാം. സോ ഇതാണ് ക്വസ്റ്റ്യൻ എന്താണ്? ഫ്രം ദ ഫിഗർ ഐഡന്റിഫൈ ദ കോഡ് ഓഫ് ദ സർക്കിൾ. സർക്കിളിന്റെ കോഡ് കണ്ടുപിടിക്കണം. സോ ഓപ്ഷൻസ് എന്തൊക്കെയുണ്ട്? CP ഉണ്ട്, OP ഉണ്ട്, AB ഉണ്ട്, ബോത്ത് A and C. നമുക്ക് 1 by 1 ആയിട്ട് എന്ത് ചെയ്യാം? നോക്കാം. സോ ഫസ്റ്റ് ഓപ്ഷൻ CP എടുത്ത് നോക്കാം. CP എവിടെ? കളർ മാറ്റാം. CP എവിടെ? CP ഇതാ ഇവിടെ. ഓക്കെ, CP-ന്റെ 1 എൻഡ് എവിടെ? സർക്കിളിലാണോ? യെസ്. അടുത്ത എൻഡ് P എവിടെയാണ്? അതും സർക്കിളാണോ? ഓൺ ദ സർക്കിളാണ്. അങ്ങനെയാണ് CP എന്താണ്? CP കോഡാണ്. ഇനി അടുത്തത് ഓപ്ഷൻ OP ആണ്. ഓപ്ഷൻ B OP ആണ്. OP-യുടെ 1 എൻഡ് എന്താണ്? ഇൻ ദ സർക്കിൾ ആണ് അല്ലേ? ഓൺ ദ സർക്കിൾ ആണോ? അല്ല, ഇൻ ദ സർക്കിൾ ആണ്. O എന്ന് പറഞ്ഞ എൻഡ് എവിടെയാണ്? സർക്കിളിനകത്താണ്. സോ കോഡാണോ? അല്ല. OP എന്തല്ല? കോഡല്ല. അടുത്ത ഓപ്ഷൻ AB എടുത്തു നോക്കി. AB എടുത്ത് നോക്കുന്ന സമയത്ത് AB-ന്റെ രണ്ട് എൻഡും എവിടെയുള്ളത്? ഒരെണ്ണം ഓൺ ദ സർക്കിൾ ആണ്. അതുപോലെ B എന്ന് പറഞ്ഞ എൻഡ് അതും ഓൺ ദ സർക്കിൾ ആണ്. വിച്ച് മീൻസ് എന്താണ്? AB-യും കോഡാണ്. അങ്ങനെയാണ് ഓപ്ഷൻ നോക്കാം. A എന്ന് പറഞ്ഞ ഓപ്ഷൻ കറക്റ്റ് ആയിരുന്നു. OP എന്ന് പറഞ്ഞ ഓപ്ഷൻ തെറ്റാണ്. C എന്ന് പറഞ്ഞ ഓപ്ഷനും കറക്റ്റ് ആണ്. വിച്ച് മീൻസ് ബോത്ത് A and C ആണ് എന്ത് ആൻസർ വരുന്നത്. ഓപ്ഷൻ D ആണ് എന്ത് കറക്റ്റ് ആൻസർ. കിട്ടിയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം. ഇത് കുറച്ച് ഇമാജിനേഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് നോക്കാം. ദ ഗിവൺ ഫിഗർ ഷോസ് ദാറ്റ് നെറ്റ് ഓഫ് എ ക്യൂബ് മീൻസ് ഈ തന്നിട്ടുള്ള ഫിഗേഴ്സിനകത്ത് കുറേ സ്ക്വയർസ് ഉണ്ട് അല്ലേ? ഈ സ്ക്വയർസ് എല്ലാം കൂടെ അടുക്കി വെച്ച് കഴിഞ്ഞാൽ എന്ത് കിട്ടും? ഒരു ക്യൂബിക്കൽ ഷേപ്പ് കിട്ടും. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഈ ക്യൂബിക്കൽ ഷേപ്പിൻ്റെ ഓരോ സൈഡ്സ് ആണ് എന്ത്? ഈ QR, ST, PU. ഓക്കെ, ഇനി അങ്ങനെയാണെങ്കിൽ വിച്ച് ടു ഫേസസ് ലൈ ഓപ്പോസിറ്റ് ടു ഈച്ച് അതർ? തന്നിട്ടുള്ളതിനകത്ത് ഏതൊക്കെ രണ്ട് ഫേസ് ആണ് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത്? നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ നിങ്ങൾക്ക് എന്താ ഇവിടെ ഒരു സൈഡ് കാണാം അല്ലേ? ഇവിടെ ഒരു സൈഡ് കാണാം. അതുപോലെ അതിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഇതാണ് അല്ലേ? ഈ സൈഡിൻ്റെ ഓപ്പോസിറ്റ് ഏതാണ്? ഈ സൈഡാണ്. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഉദാഹരണം ഇപ്പോൾ P വന്ന് വിചാരിക്കുക, എക്സാമ്പിൾ ആണ്. ഇപ്പോൾ P വന്ന് ഇവിടെ വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ P-ന്റെ ഓപ്പോസിറ്റ് ഇവിടെ എന്ത് വരുന്നു എന്നാണ് ക്വസ്റ്റ്യൻ. അല്ല, എന്താണ് ഏതൊക്കെ രണ്ടെണ്ണമാണ് ഓപ്പോസിറ്റ് ആയി വരുന്നത്? ഓക്കെ, നമ്മൾ എന്ത് ചെയ്യാം? ഫസ്റ്റ് ഓപ്ഷൻ നോക്കാം. P and Q ഓപ്പോസിറ്റ് ആണോ ചെക്ക് ചെയ്യണം. മുന്നേ എന്ത് ചെയ്യണം? നമ്മളിതൊന്ന് വിഷ്വലൈസ് ചെയ്യണം അല്ലേ? ഇന്ന് ഇമാജിൻ ചെയ്ത് നോക്കണം. അങ്ങനെയാണെങ്കിൽ ഈ QRSTU മടക്കി വെച്ചിട്ടുണ്ട്, ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെയായിരിക്കും വരുന്നത്? ഇമാജിൻ ചെയ്ത് നോക്കാം. അപ്പോൾ അതെന്താണ്? എല്ലാവരും ഒരേ സ്ട്രെച്ചുവിലാണ് വരുന്നത് അല്ലേ? വിച്ച് മീൻസ് എന്താണ്? Q ഒരു സൈഡാണ്. അങ്ങനെയാണെങ്കിൽ R ഒരു സൈഡായിരിക്കും, അതുപോലെ T ഒരു സൈഡായിരിക്കും, അതുപോലെ എന്തായിരിക്കും? S ഒരു സൈഡായിരിക്കും. നോക്കാം. ഓക്കെ, അപ്പോൾ ഉദാഹരണം ഇതെന്താണ്? ഇത് Q ആണെങ്കിൽ ഓഫ് കോഴ്സ് എന്തായിരിക്കും വരുന്നത്? R ആയിരിക്കും അല്ലേ? കാരണം എന്താ? സീക്വൻസ് ആയിട്ടാണ് വരുന്നത് അല്ലേ? QRSTU. ഇതിനെങ്ങനെ
ഫോൾഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഇതിങ്ങനെ സർക്കുലർ ഷേപ്പിൽ എന്ത് ചെയ്യും സർക്കിളിന്റെ എന്താണ് ക്യൂബിന്റെ ടോപ്പും ബോട്ടും അല്ലാത്ത ബാക്കി സൈഡ്സ് ഉണ്ടല്ലോ ലെഫ്റ്റ് ഫ്രണ്ട് അതുപോലെ എന്താണ് ബാക്ക് അതുപോലെ തന്നെ റൈറ്റ് സൈഡ് ഇതിങ്ങനെ ആയിരിക്കും വരുന്നത് QRSTU ഇങ്ങനെ സീക്വൻസ് ആയിട്ട് അങ്ങനെയാണെങ്കിൽ QRS ആയിരിക്കും ഈ സൈഡ് ആൻഡ് ബാക്കിലുള്ള സൈഡ് എന്തായിരിക്കും അത് T ആയിരിക്കും ആൻഡ് ഓഫ് കോഴ്സ് ഒരു കാര്യം കൂടെ ശ്രദ്ധിക്കണം പിയും യു ഇനി ബാക്കിയുണ്ട് അത് എവിടെ ആയിരിക്കും വരുന്നത് നമ്മൾ നോക്കുന്ന സമയത്ത് ക്യൂവിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ടാണ് വരുന്നത് ഇവിടെ യു വിച്ച് മീൻസ് ക്യൂവിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് എന്ത് വരണം ഓഫ് കോഴ്സ് പി വരാൻ പറ്റുമോ അല്ല കാരണം എന്താ ക്യൂവിൻ്റെ അഡ്ജസ്റ്റൻ്റ് സൈഡ് ഇനി ഏതാ ഉള്ളത് ബോട്ടം സൈഡ് അല്ലേ ബോട്ടം സൈഡിനകത്ത് അങ്ങനെയാണെങ്കിൽ എന്ത് വരും യു വരും അങ്ങനെയാണെങ്കിൽ ടോപ്പ് സൈഡിൽ എന്ത് വരും പി വരും കിട്ടിയോടാ അപ്പോൾ എന്ത് മനസ്സിലായി പി ആൻഡ് യു അതാണ് ഒരു ഓപ്പോസിറ്റ് സൈഡ് വരുന്നത് അതുപോലെ പി ആൻഡ് യു പിന്നെ ക്യൂ ആൻഡ് എസ് പിന്നെന്താ പി ആൻഡ് യു പറഞ്ഞു ക്യൂ ആൻഡ് എസ് പറഞ്ഞു അതുപോലെ ടി ആൻഡ് ആർ ഇതൊക്കെയാണ് എന്ത് ഓപ്പോസിറ്റ് ആയിട്ട് വരുന്നത് നമുക്ക് ഓപ്ഷൻസ് നോക്കാം 1 by 1 ആയിട്ട് പി ആൻഡ് ക്യൂ ഒരു കാരണവശാലും എന്തായി വരില്ല ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല കാരണം എന്താണ് ഇത് പി മോളിലാണ് ആൻഡ് ക്യൂ എവിടെയാണ് ക്യൂ ലെഫ്റ്റിലാണ് വരുന്നത് അല്ലേ അപ്പോൾ അതെന്തല്ല അല്ല തെറ്റി അടുത്ത പി ആൻഡ് യു നമ്മൾ പറഞ്ഞില്ലേ പി ആൻഡ് യു എന്താണ് ഓപ്പോസിറ്റ് ആണ് പി മോളിലാണെങ്കിൽ ക്യൂ എവിടെ ആയിരിക്കും ബോട്ടത്തിലായിരിക്കും വരുന്നത് അപ്പോൾ എന്താണ് കറക്റ്റ് ആൻസർ അതാണ് അടുത്ത ഓപ്ഷൻസ് കൂടെ നോക്കാം ക്യൂ ആൻഡ് ടി ക്യൂവും ടിയും വരുമോ ഇല്ലല്ലേ ക്യൂവും ടിയും വരില്ല കാരണം എന്താണ് നമ്മൾ സീക്വൻസിൽ പറഞ്ഞു അല്ലേ ക്യൂ കഴിഞ്ഞാൽ പിന്നെ ടി അതിൻ്റെ എന്തായിരിക്കും ഒന്നെങ്കിൽ ഫ്രണ്ടിലായിരിക്കും അതല്ലെങ്കിൽ എന്താണ് ബാക്കിലായിരിക്കും അഡ്ജസ്റ്റൻ്റ് ആയിട്ട് വരുള്ളൂ ഓപ്പോസിറ്റ് ആയിട്ട് വരില്ല പിന്നെന്താണ് എസ് ആൻഡ് യു നോക്കുന്ന സമയത്ത് അല്ല ഒരിക്കലും വരില്ല നമ്മൾ പറഞ്ഞു കഴിഞ്ഞു അല്ലേ കാരണം പിൻ്റെ ഓപ്പോസിറ്റ് യു വന്നു കഴിഞ്ഞു ഇനി എസ് എന്തായിരിക്കും ഓഫ് കോഴ്സ് എന്താ അഡ്ജസ്റ്റൻ്റ് ആയിരിക്കും എസ് മിക്കവാറും സൈഡിലാണെങ്കിൽ പി അതിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് അടിയിലായിരിക്കും വരുന്നത് ഓക്കെ കിട്ടിയെന്ന് വിചാരിക്കുന്നു ഈ ക്വസ്റ്റ്യൻ കുറച്ച് എന്താണ് ഇമാജിനേഷൻ ആവശ്യമുള്ള ക്വസ്റ്റ്യൻ ആണ് ഒന്ന് മനസ്സിലാക്കി കഴിഞ്ഞാൽ കിട്ടാവുന്നതാണ് കാരണം എന്താണ് സീക്വൻസ് ആയിട്ട് വന്നു കഴിഞ്ഞാൽ അവർ മടക്കിയൊക്കെ സമയത്ത് എന്തായിരിക്കും അവർ ഇങ്ങനെ സർക്കുലർ ഷേപ്പിൽ കിട്ടും ബാക്കി രണ്ടെണ്ണം ഒന്ന് ക്യൂ ആണ് ക്യൂവിൻ്റെ അഡ്ജസ്റ്റൻ്റ് ആയിട്ട് യു വരുന്നുണ്ടെങ്കിൽ അതിൻ്റെ ബോട്ടത്തിലായിരിക്കും വരുന്നത് സെയിം കണക്ക് എസിൻ്റെ അഡ്ജസ്റ്റൻ്റ് എന്താണ് പി ആണ് അതെന്തായിരിക്കും ടോപ്പിലായിരിക്കും വരുന്നത് സോ അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം ക്വസ്റ്റ്യൻ ഇതാണ് വിച്ച് സ്ക്വയർ മസ്റ്റ് ബി ഷെയ്ഡഡ് സോ ദാറ്റ് ദ ഫിഗർ ഹാസ് എ ലൈൻ ഓഫ് സിമെട്രി ഫിഗറിന് ലൈൻ ഓഫ് സിമെട്രി കിട്ടണമെങ്കിൽ ഏത് സ്ക്വയർ ആണ് ഇവിടെ കുറേ സ്ക്വയർസ് ഉണ്ട് അല്ലേ എന്താണ് ഷെയ്ഡ് ചെയ്ത സ്ക്വയർസ് ഉണ്ട് ഇതുപോലത്തെ ഷെയ്ഡ് ചെയ്ത സ്ക്വയർസ് ഉണ്ട് ആൻഡ് ഷെയ്ഡ് ചെയ്യാത്ത പി ക്യൂ ആർ എസ് കുറേ സ്ക്വയർസ് വന്നിട്ടുണ്ട് ഈ വലിയ സ്ക്വയറിനകത്ത് കുറേ സ്മോളർ എന്ത് ചെയ്തിട്ടുണ്ട് സ്ക്വയർസ് വന്നിട്ടുണ്ട് അപ്പോൾ അതിനകത്ത് ഏതാണ് ഷെയ്ഡ് ചെയ്യേണ്ടത് ലൈൻ ഓഫ് സിമെട്രി കിട്ടാൻ സോ നമുക്ക് എന്ത് ചെയ്യാം ലൈൻ ഓഫ് സിമെട്രി എന്താണെന്ന് ആദ്യം നോക്കാം സോ ഞാനിവിടെ ഒരു സ്ക്വയർ വരച്ചേ ഞാൻ ഒരു സ്ക്വയർ വരച്ചു ലൈൻ ഓഫ് സിമെട്രി വരച്ചു കഴിഞ്ഞാൽ എന്താണ് ഒരു ലൈൻ ഇങ്ങനെ ഡയഗണലി വരച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ട് സൈഡും ഈ ഒരു സൈഡും അതുപോലെ ഈ സൈഡും സിമിലർ ആണ് ഒരുപോലെ ആണെങ്കിൽ എന്താണ് ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് എന്നാണ് അർത്ഥം സോ ഇപ്പോൾ മുകളിലത്തെ കേസിന് ഇപ്പോൾ നമ്മൾ വരച്ച കേസിന് എന്തുണ്ട് ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് കാരണം എന്താ അതിൻ്റെ ഈ ലൈനിൻ്റെ ഈ സൈഡും എന്താണ് സിമിലർ ആണ് അങ്ങനെയാണെങ്കിൽ എന്താണ് ലൈൻ ഓഫ് സിമെട്രി ഉണ്ട് ലൈൻ ഓഫ് സിമെട്രി ഇനി ഞാൻ വേറൊരു കേസ് കാണിക്കാം ഞാൻ വീണ്ടും ഒരു സ്ക്വയർ വരച്ചു ആൻഡ് ലൈൻ ഓഫ് സിമെട്രി വരച്ചു പക്ഷേ ഇത്തവണ ചെറിയ മാറ്റം വരുത്തിയിട്ടുണ്ട് ഞാൻ ഇവിടെ കുറച്ച് ഷെയ്ഡ് വെച്ചിട്ടുണ്ട് ഈ ഒരു ഭാഗം കുറച്ച് ഷെയ്ഡ് വെച്ചിട്ടുണ്ട് ഇപ്പോൾ ലൈൻ ഓഫ് സിമെട്രി ഉണ്ടോ ഇല്ല കാരണം എന്താണ് ഈ ലൈനിൻ്റെ മുകൾ സൈഡ് അവിടെ ക്ലീൻ ആണ് ആൻഡ് ഈ സൈഡിൽ എന്താണ് ഇവിടെ ഒരു ഡോട്ട് ഉണ്ട് അല്ലേ കുറച്ച് ഭാഗം ഷെയ്ഡാണ് വിച്ച് മീൻസ് രണ്ടും ഒരുപോലെ അല്ല ഇൻ കേസ് ഇവിടെ ഇങ്ങനെ ഒരു ഡോട്ട് ഉണ്ടായിരുന്നുവെങ്കിൽ എന്താണ് ഇതിൻ്റെ അർത്ഥം സിമെട്രിക്കലാണ് എന്നർത്ഥം ലൈൻ ഓഫ് സിമെട്രി ഉണ്ടായിരുന്നു ക്വസ്റ്റിനോട്ട് പോകാം ക്വസ്റ്റിനകത്ത് എന്താ ചോദിച്ചേ ഏത് സ്ക്വയർ ഷെയ്ഡ് ചെയ്താലാണ് ലൈൻ ഓഫ് സിമെട്രി വരുന്നത് നമുക്ക് നോക്കാം അപ്പോൾ ഞാൻ ആദ്യം എന്ത് ചെയ്തു പി ഷെയ്ഡ് ചെയ്യാം കാരണം എന്താണ് ഓപ്ഷൻ എ എന്താണ് പി ആണ് ഞാൻ പി ഷെയ്ഡ് ചെയ്ത് നോക്കാം സോ ഞാൻ ഷെയ്ഡ് ചെയ്യാണ് ഷെയ്ഡ് കളഞ്ഞു ആൻഡ് ഞാൻ ഇവിടെ ലൈൻ ഓഫ് സിമെട്രിയും കൂടെ വരയ്ക്കുന്നുണ്ട് ലൈൻ ഓഫ് സിമെട്രിയും വരച്ചു കഴിഞ്ഞു സോ അത് നോക്കുന്ന സമയത്ത് കാണാം ഈ അടിഭാഗത്ത് ഐ മീൻ ഈ ലെഫ്റ്റ് സൈഡിൽ എന്താണ് 3 എണ്ണം ഉണ്ട് അല്ലേ ഷെയ്ഡ് ചെയ്യാത്തത് ക്യൂ ഉണ്ട് ആർ ഉണ്ട് എസ് ഉണ്ട് അതിന് മുകളിലോ ഒരെണ്ണം മാത്രമേ ഉള്ളൂ ഷെയ്ഡ് ചെയ്യാത്തത് വിച്ച് മീൻസ് പി അല്ല ഷെയ്ഡ് ചെയ്യേണ്ടത് മനസ്സിലായി കാരണം എന്താ സിമെട്രി ഇല്ല അങ്ങനെ എന്ത് ചെയ്യാം ഇത് എറൈസ് ചെയ്ത് കളഞ്ഞു ഇനി ഓപ്ഷൻ എന്താണ് ബി നോക്കാം ക്യൂ ഞാൻ ക്യൂ എന്ത് ചെയ്യാൻ പോവാണ് ഷെയ്ഡ് ചെയ്യാൻ പോവാണ് ക്യൂ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായി കാണാം ഇനി നോക്കുന്ന സമയത്ത് ബോട്ടത്തിൽ ആറും എസും രണ്ടെണ്ണം ഉണ്ട് എന്ത് ഷെയ്ഡ് ചെയ്യാത്തത് ആൻഡ് മുകളിലോ പി ഉണ്ട് പിന്നെ അതുപോലെ എന്തുണ്ട് വേറൊരു സ്ക്വയറും കൂടെ ഉണ്ട് എന്ത് ഷെയ്ഡ് ചെയ്യാത്തത് സോ ആ രണ്ട് കാര്യം ഈക്വലായി വന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം ഓരോ സ്ക്വയറും ലൈൻ ഓഫ് സിമെട്രി പാസ് ചെയ്യുന്ന ഓരോ സ്ക്വയറും നമുക്ക് എന്ത് ചെയ്യാം അനലൈസ് ചെയ്ത് നോക്കാം സോ
ഒന്നാമത്തെ സ്ക്വയർ ഇതാണ്. എന്താണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടാണ് ഷെയ്ഡ് എന്താണ് പോകുന്നത്, ഡിവൈഡ് ചെയ്ത് പോകുന്നത് അല്ലേ. അങ്ങനെയാണെങ്കിൽ അടിഭാഗത്തും മുകൾ ഭാഗത്തും ഒരുപോലെയാണ്. ലൈൻ ഓഫ് സിമെട്രിക്ക് കുഴപ്പമൊന്നും പറ്റിയിട്ടില്ല. ഇനി എസ് നോക്കുന്ന സമയത്ത് എസിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഭാഗമുണ്ട്, ആൻഡ് ആർ നോക്കുന്ന സമയത്ത് ആറിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഭാഗമുണ്ട്. ആൻഡ് ഇതെന്താണ് ഈക്വൽ ഡിവൈഡ് ചെയ്തിട്ടാണ് പോകുന്നത്. ആൻഡ് ഈ ഭാഗം ഓൾറെഡി നമ്മൾ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞു, അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഈ ഭാഗമുണ്ട്. ആൻഡ് ഈ സ്ക്വയറിന് എന്താണ് ഈക്വൽ ഡിവൈഡ് ചെയ്ത് പോകുന്നു. അങ്ങനെയാണെങ്കിൽ എന്ത് മനസ്സിലാക്കാം, ക്യൂ ആണ് എന്ത് ഷെയ്ഡ് ചെയ്യേണ്ടത്. സോ ക്യൂ ഷെയ്ഡ് ചെയ്ത് കഴിഞ്ഞപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ലൈൻ ഓഫ് സിമെട്രി കിട്ടി. സോ മനസ്സിലാക്കേണ്ടത് ലൈൻ ഓഫ് സിമെട്രി എന്ന് പറഞ്ഞ കോൺസെപ്റ്റ് നിങ്ങൾക്ക് മനസ്സിലായിട്ടെന്ന് വിചാരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ഇനി പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ജോമെട്രി എന്ന ഭാഗത്തിലെ കോൺസെപ്റ്റും കുറച്ച് ക്വസ്റ്റ്യൻസും ഒക്കെയാണ് ഡിസ്കസ് ചെയ്ത്. നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതുപോലെ കുറേ ക്വസ്റ്റ്യൻസും കോൺസെപ്റ്റ് ഡിസ്കസ് ചെയ്യുന്ന ഇനിയും വീഡിയോസ് എന്ത് ചെയ്യും റെഗുലർ ആയിട്ട് നമ്മൾ റെഗുലർ ഇന്റർവെല്ലിൽ എന്ത് ചെയ്യും തരുന്നതായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, നിങ്ങൾ NSMCക്ക് ഇതുവരെ രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ ഒക്ടോബർ 10 വരെ ഇനിയും സമയമുണ്ട്. നിങ്ങൾ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്തിട്ട് എന്ത് ചെയ്യാം, നിങ്ങൾക്ക് ഒരു കൂട്ടം ആൾക്കാരുടെ കൂടെ മത്സരിച്ച് നിങ്ങളുടെ ഒരു ലെവൽ എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും. ആൻഡ് ഒരു കാര്യം കൂടെ പറയാനുള്ളത്, നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യാം, കമന്റ് ബോക്സിനകത്ത് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഇടാവുന്നതാണ്. നമ്മൾ റിപ്ലൈ തരുന്നതായിരിക്കും. നിങ്ങൾക്ക് ആൻസർ, ഇനി അതല്ല നിങ്ങൾ കമ്മ്യൂണിറ്റിയിൽ നിന്നാണ് വീഡിയോ കാണുന്നതെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് അഡ്മിനുമായിട്ട് എന്ത് ചെയ്യാം ഡിസ്കസ് ചെയ്യാവുന്നതാണ്. അഡ്മിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നതാണ്. സോ നമ്മൾ എന്ത് ചെയ്യാം, നമ്മുടെ യൂട്യൂബ് ചാനൽ എന്ത് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്ത് വെക്കാം. അത് കഴിഞ്ഞതിന് ശേഷം റെഗുലർ ആയിട്ട് എന്ത് ചെയ്യാം പഠനം മുന്നോട്ട് കൊണ്ടുപോകണം. ഇനിയും ഇതുപോലത്തെ വീഡിയോസ് ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും. അപ്പോൾ ജോമെട്രി പറഞ്ഞ ടോപ്പിക്കിനകത്ത് ഏകദേശം നമ്മൾ എല്ലാ ഭാഗവും നമ്മൾ കവർ ചെയ്തു. അപ്പോൾ എന്ത് ചെയ്യാം, അടുത്ത വീഡിയോയിൽ കുറച്ചും കൂടെ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ടോപ്പിക്കായിട്ട് നമുക്ക് കാണാവുന്നതാണ്. സോ ടിൽ യു ദെൻ, സീ യു സൂൺ, ബൈ.